നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ അത് സാമ്പത്തികമാകാം, കരിയർ ആവാം, റിലേഷൻഷിപ്പ് ആവാം, മറ്റു പല കാര്യങ്ങളെയും ബേസ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളെപ്പോഴും അഫർമേഷൻസ് എഴുതുക. അതൊരു തമാശയായിട്ടോ അതല്ലെങ്കിൽ അതൊരു വിശ്വാസമില്ലായ്മയോ മടിയായിട്ടോ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഏറ്റവും ഒരു പവർ എനർജിയാണ് പ്രപഞ്ച ശക്തിയെ കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് മടി തോന്നുമായിരിക്കാം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവാം. അതെല്ലാം പൈശാചികമാകുന്ന ശക്തികളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ദൈവികമാകുന്ന ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് പൈശാചികമാകുന്ന നെഗറ്റീവാകുന്ന എനർജിയുടെ പ്രസൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നിങ്ങൾ ദൈവികമാകുന്ന കാര്യങ്ങൾക്ക് മടി തോന്നിയാലും കണ്ണടച്ച് നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അത് പ്രാർത്ഥനയ്ക്കായിക്കോട്ടെ, അഫർമേഷൻസ് എഴുതുന്നതായിക്കോട്ടെ, റൈറ്റ് ഹീലിംഗ് ചെയ്യുന്നതായിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിക്കോട്ടെ, മെഡിറ്റേഷൻ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണേലും പോസിറ്റീവാകുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങൾ പോസിറ്റീവായൊരു എനർജിയിലല്ല നിൽക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആത്മാവിനും വേണ്ടാത്ത മറ്റൊരു എനർജി പൊതിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും മറികടക്കുക, അഫർമേഷൻസ് എഴുതുക. സാമ്പത്തികപരമായ വിജയത്തിനായാലും കരിയർ പാതയ്ക്കായാലും റിലേഷൻഷിപ്പുകൾക്കായാലും മാനസിക സ്വസ്ഥതയ്ക്കായാലും ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങൾക്കായാലും നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വാശിയോടുകൂടി തന്നെ നിങ്ങളത് ചെയ്യുക. ചെയ്ത് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കുക. പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ട എനർജിയായ കൃഷ്ണനായിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, ഏത് എനർജി ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, ഏത് പ്രപഞ്ചശക്തിയെയാണോ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന നാമത്തെയാണോ, പ്രപഞ്ചശക്തിയുടെ ഏത് നാമത്തെയാണോ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നത് അത് ആ ഒരു എനർജീനെ ബേസ് ചെയ്തുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറയാൻ പഠിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. പ്ലസ് പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. പോസിറ്റീവാകുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സ് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ബാലൻസിൻ്റെ ആവശ്യമുണ്ട്. ഇന്ന് പലയിടത്ത് നിങ്ങൾ മെച്യൂരിറ്റിയോട് കൂടി നിൽക്കണം. നിങ്ങൾ കുറച്ചൊരു ദീർഘവീക്ഷണത്തോടു കൂടി പെരുമാറണം. എടുത്ത് ചാടി നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന ക്യാരക്ടറാണെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണെങ്കിൽ, മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ, ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും സിറ്റുവേഷൻസുകളെയും നിങ്ങൾ ഇമോഷണലി വളരെ മെച്യൂരിറ്റിയോട് കൂടി തന്നെ കണക്റ്റ് ചെയ്യണം. വളരെ വിവേകം നിങ്ങളിൽ പ്രകടമാക്കണം. നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങൾ വളരെ ശക്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങളുടെ വില കളയുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസും ഉണ്ടാകരുത്. നിങ്ങളെ സംബന്ധിച്ച് കുറച്ചൊരു ഒരു ഇമോഷണൽ ഈഗോ എനർജിയിൽ നിൽക്കുന്നവരായിരിക്കാം. ഇമോഷൻസിനെ പ്രകടിപ്പിക്കാനൊന്നും താല്പര്യമില്ലാത്ത ക്യാരക്ടറുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാവാം. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണലി നിങ്ങളെപ്പോഴും താണ ഒരു എനർജിയിൽ ലോസ് എനർജിയിൽ നിൽക്കുന്നവരായിരിക്കാം. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ഒരു മെച്യൂരിറ്റി പവറിൽ ഇമോഷണലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. പല സിറ്റുവേഷൻസുകളും അല്ലെങ്കിൽ പല ഓർമ്മകളും നിങ്ങളെ പവർഫുള്ളാക്കുന്നു. കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈഗോയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇമോഷണലി നിങ്ങളുടെ പൊസിഷനൊക്കെ ഒരു ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിരാശയായിരുന്നു ഫലമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് എനർജിയിൽ ഒരു പവർഫുൾ ആകുന്ന സിറ്റുവേഷൻസിൽ ഇമോഷണൽ ബാലൻസോടുകൂടി
കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളെ തിരിച്ചറിയുന്നു. ഇന്നത് വേണ്ട എന്നും ഇന്നത് മതിയെന്നുമൊക്കെയുള്ള ഒരു ഉറച്ച തീരുമാനത്തിലേക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് എനർജി കുറച്ച് ആളുകളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒന്നിലധികം കാര്യങ്ങൾ, അതായത് ഒരു ബാലൻസ് ഇല്ലാണ്ട് നിന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈക്വലായിട്ട് ഇന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രാപ്പിഡ് എനർജിയിൽ ഒരു ഭയത്തെയോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിനെയോ ഒക്കെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു വീഴ്ചയിലാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇന്ന് മാറുകയാണ് കേട്ടോ. കാരണം ഓൾറെഡി തന്നെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഇന്നത്തെ റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. കാലം ചേഞ്ച് ആകുന്നു, നിങ്ങളുടെ സമയം മാറുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫ്രസ്ട്രേഷനും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ച് നിന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു തോട്ട്സ് ഉണ്ടായിരിക്കാം, എനിക്കൊരിക്കലും കരകയറാൻ പറ്റില്ല, ഞാൻ ഈ ഒരു അവസ്ഥയിലായിരിക്കാം, എൻ്റെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അതായത് പോസിറ്റീവായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവ് തലത്തിലായിരിക്കാം. അപ്പം അങ്ങനെ മനസ്സിൽ അതുപോലെ പലതിനെ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിൽ ശത്രുവിനെ മിത്രത്തെ ഒന്നും മനസ്സിലാക്കാതെ ഒരു പക്ഷേ നിങ്ങൾ മിത്രമായിട്ട് ചേർത്ത് നിർത്തിയവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശത്രുഭാവത്തോട്, നിങ്ങളുടെ വളർച്ചയെയും അല്ലെങ്കിൽ നിങ്ങളെ തരം താത്തുന്ന രീതിയിൽ, തളർത്തുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരുമായിരിക്കാം നിങ്ങളോടൊപ്പം നിന്നവർ. അപ്പോൾ ഒരു ശത്രുവിനെയും മിത്രത്തെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലും ഒക്കെ നിങ്ങൾ ശരിക്കും ഇമോഷണൽ സ്ട്രഗിൾ അനുഭവിച്ചവരാണ്. നമുക്കിവിടെ ഇമോഷണൽ ബാലൻസ് ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു മാനസികപരമാകുന്ന അല്ലെങ്കിൽ ഇമോഷണലി ഉള്ള ആ ഒരു തകർച്ച, ആ ഒരു വീഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ ആ ലോസ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു. നിങ്ങളൊരു ബാലൻസിലേക്ക് വരുന്നുണ്ട് ഓൾറെഡി തന്നെ. പ്ലസ് നിങ്ങൾ എവിടേക്കാണോ നിങ്ങൾക്ക് രക്ഷാമാർഗമില്ലാതെ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിന്നത്, ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നത്, നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ട് നിന്നിരുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് രക്ഷാമാർഗം വരുന്നു. അതായത് നിങ്ങളുടെ ജീവിതം കരകയറുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ എല്ലാം ഇമോഷണൽ പ്രോബ്ലംസ് ആണ് കേട്ടോ നമുക്ക് കാണുന്നത്. നമ്മൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരുമ്പം തന്നെ ബാക്കി എല്ലാം നമ്മൾക്ക് അനുകൂലമാകുമെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു പവർ എനർജിയിൽ നിൽക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ആരുടെ ഫേസ് നമ്മൾക്ക് കാണേണ്ടി വരില്ല. മറ്റവരെന്തു പറയും, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കൊരിക്കലും രക്ഷയില്ല, ഇങ്ങനെയുള്ള തോട്ട്സുകളെല്ലാം കോൺഫിഡൻസോട് കൂടി നമുക്ക് അവസാനിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈക്വൽ ആകുന്ന ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. എയർ ട്രാവലിംഗ്, വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതും അനുകൂലമായിട്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു ബ്ലൈൻഡ് എനർജി, ബ്ലോക്കേജ് നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിജയമാണ് ഇന്നത്തെ ദിവസം. അതായത് സാമ്പത്തികപരമായിട്ടാണാരും കരിയർ മേഖലകളിലാണെങ്കിലും ഇന്നൊരു വിജയത്തിൻ്റെ സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. സാമ്പത്തിക ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് ഒന്നിലധികം സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് സഹായഹസ്തം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാകും. അതായത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും പ്രയോജനകരമാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കരിയർ പദമാകുന്ന ചേഞ്ചിങ് ഒക്കെ, ജോബ് ചേഞ്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു സ്റ്റാർ എനർജിയിൽ നിൽക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം
നിങ്ങൾക്കിന്ന് ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്കിന്നൊരു അഭിനന്ദനാർഹമാകുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാകാം. ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒന്ന് അംഗീകരിക്കും. ഇത്രയും കാലം നിങ്ങൾ ചെയ്യുന്നതിനൊന്നും വാല്യൂ ഇല്ലായിരുന്നുവെങ്കിൽ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു റെസ്പെക്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എവിടെയും ഒരു സ്റ്റാർ എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന ചില ഇൻസിഡൻറ്റുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നു മുതൽ മുന്നോട്ടേക്ക് അത് നിങ്ങൾക്കൊരു ദീർഘകാല വിജയത്തിനാണ്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു മാർഗമാണ് ഇന്ന് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടോക്സിക് എനർജി നിങ്ങളുടെ മനസ്സാവാം. എപ്പോഴും ഒരു പാസ്റ്റ് ലൈഫ് എനർജിയുടെ പ്രസൻസ് നമുക്ക് കണക്റ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ, നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, നിങ്ങളുടെ ആത്മാവിലൊരു കാത്തിരിപ്പുണ്ട് കേട്ടോ. ഒരു വ്യക്തിയെ ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നഷ്ട സിറ്റുവേഷൻ ആവാം. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം എപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്തോ ഒരു എനർജി, പാസ്റ്റിലെ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാനുണ്ട്. ഒരു പക്ഷേ മറ്റാരെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഉണ്ടാകാം. ഒരു ടോക്സിക്കാണ്, അതായത് ഒരു പെയിനാണ്, ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് എനർജി ഉള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളറിയാതെ ഒരു എനർജി നിങ്ങളെ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോളിനത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസത്തെ എനർജിയിലും ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു റീയൂണിയൻ ഒന്നും ഇതുവരെ സാധ്യമായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളെ പാസ്റ്റിൽ ഒരു വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു എനർജി, നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകിയാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയാവാം. നിങ്ങളറിയാതെ നിങ്ങളെ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ സോൾ എനർജിയാണ് കേട്ടോ. അതൊരു വെൽത്ത് എനർജിയാണ്. അതൊരു പക്ഷേ നിങ്ങളിലേക്ക് വന്നു ചേർന്നാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. പക്ഷെ അത് 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതൊരു ടോക്സിക്കാണ്, അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഭയമുണ്ടെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു എനർജി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ ഒരു സമയത്തെന്നുള്ളൊരു എനർജിയും കൂടി കാണുന്നുണ്ട്. അപ്പം നിങ്ങളറിയാതെ നിങ്ങളെ അറിയുന്ന ഒരാൾ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു എനർജി വൈബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ ഒരു ജസ്റ്റിസ് എനർജി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പരാജയം സംഭവിച്ച ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ലീഗൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിരാശപ്പെടേണ്ട. കാരണം നഷ്ടപ്പെട്ടത് നിങ്ങൾക്കുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് അർഹമാകുന്ന മറ്റൊന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു പരാജയം, നിങ്ങൾ എവിടെയെങ്കിലും ഇമോഷണലി ആണെങ്കിലും മറ്റു രീതിയിലാണെങ്കിലും നിങ്ങളൊരു പരാജയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ശൂന്യമായിട്ട് പോയെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും ഒരു പരാജയമല്ല, അതൊരു വീണ്ടെടുക്കലാണ് കേട്ടോ, തിരിച്ചറിവാണ്. ഇതൊരു പാഠമായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് തന്നെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സുവർണ അവസരം നിൽപ്പുണ്ടെന്നാണ് കാണുന്നത്. അതിലേക്ക് എത്താനുള്ള ഒരു സമയമായി വരുന്നു. വെയിറ്റ് ചെയ്യൂ, അതായത് കാത്തിരിക്കൂ എന്നാണ് നമുക്ക് കാണുന്നത്. ദ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നോക്കണം കേട്ടോ ഇന്നത്തെ ദിവസം. കരിയർ മേഖലകളിലാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റും ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ഒരു പക്ഷേ ഒരു ശത്രുഭാവത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കണം. ഒരു ഒരു ബൗണ്ടറി വേണം, ഇമോഷണൽ ബൗണ്ടറി വേണമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ സന്തോഷങ്ങളോ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോട് ഷെയർ ചെയ്യണ്ട കേട്ടോ. അത് നിങ്ങളിൽ തന്നെ ഒന്ന് ഒതുങ്ങി നിൽക്കട്ടെ, നിങ്ങളിൽ മാത്രം അത് കണക്റ്റ് ചെയ്ത് നിൽക്കട്ടെ എന്നാണ് കാണുന്നത്. ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക.
നിൽക്കുക. കുറച്ചൊരു മെച്യൂരിറ്റിയോട് കൂടി, ഒരു പക്ഷേ നിങ്ങൾ ഒരു ഓപ്പൺ മൈൻഡുള്ള വ്യക്തിയാണെങ്കിൽ കുറച്ചൊരു മെച്യൂരിറ്റിയോട് കൂടി നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് കാണുക എന്നുകൂടി നമുക്കിവിടെ കാണിച്ച് തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. എല്ലാം വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന് പറയും പോലെ എല്ലാം ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു ക്യാരക്ടർ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു മതിലൊന്ന് കെട്ടണം. നിങ്ങൾക്കിടയിൽ ഒരു ശക്തമാകുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തെ ബേസ് ചെയ്തൊരു ബൗണ്ടറി തീർത്ത് വയ്ക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ തന്നെ കൊടുക്കുക. നിങ്ങൾക്കേ സംരക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ ഹൈഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകളോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം നിങ്ങളിൽ തന്നെ ഉൾക്കൊള്ളുക കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് വാൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു. അതായത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രകാരം നിങ്ങളുടെ മനസ്സ് പറയുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ആ ഒരു ഗൈഡൻസിനനുസരിച്ച് വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്കൊരു അബണ്ടൻസ്, ഒരു സക്സസ്, ഒരു എന്താ പറയുക, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓൾറെഡി നിങ്ങൾ സക്സസ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ രണ്ടാമത് നിങ്ങൾ മറ്റെന്തിനെങ്കിലൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമായിട്ടൊക്കെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാമ്പത്തികപരമാകുന്ന സംഭാഷണം, ചർച്ചയോ അല്ലെങ്കിൽ ഒരു പേരൻസിൽ നിന്നൊക്കെ ആരിൽ നിന്നെങ്കിലുമൊക്കെ നിങ്ങളെക്കാൾ ഒരു പിടി ഉയരത്തിൽ നിൽക്കുന്ന നിങ്ങളെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ പവർഫുള്ളുള്ള ചില കാര്യങ്ങൾ, വ്യക്തികളുടെ ഒരു പ്രസൻസ് ഇന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ മറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സാമ്പത്തികപരമാകുന്ന കാര്യത്തെ കണക്റ്റ് ചെയ്താണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു മാനസിക വിഷമം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരൊറ്റപ്പെടലും അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇടപാടുണ്ടായിട്ട് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യേണ്ടതാണ് എങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചെറിയ ഒരു മാനസിക പിരിമുറുക്കമൊക്കെ ഇന്നലെ നൈറ്റ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിനെ ബേസ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരിടത്തുനിന്ന് വാങ്ങിയ സാമ്പത്തികവുമാകാം. അത് മറ്റ് ഒരു സാമ്പത്തിക സംബന്ധമായിട്ടൊരു ചെറിയ ഒരു പ്രോബ്ലംസ് നിങ്ങളിൽ കുറച്ച് ഡിപ്രഷൻ, കുറച്ചൊരു എന്താ പറയുക ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ട്, അതായത് അതൊരു എന്താ പറയുക ഒരു ചെറിയൊരു നെഗറ്റിവിറ്റിയാണ്, ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസപ്രകാരം മറ്റാർക്കെങ്കിലും നിങ്ങൾ സാമ്പത്തികം വാങ്ങി കൊടുക്കുകയോ നിങ്ങളുടെ ഫാമിലീനെ നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊന്ന് സഹായിച്ചതിൻ്റെ ഫലമായിട്ടോ ഒക്കെ ആവാം ആ ഒരു പ്രോബ്ലംസ് നിങ്ങളിൽ പിടികൂടിയിരിക്കുന്നത്. അത് ആ സമയത്തിൻ്റെ ചെറിയൊരു നെഗറ്റിവിറ്റിയാണ് കേട്ടോ. അത് കുറച്ചൊന്ന് നേരിടേണ്ടി വരും. ശക്തമായിട്ട് നേരിടുക. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുമ്പോഴാണ് നമുക്കെന്ത് ചെയ്യുന്ന വിജയിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുക കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, ഒരു ഇമോഷണൽ അബണ്ടൻസ് ആണ്. ഒരു ഗുഡ് ന്യൂസൊക്കെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കാത്തിരുന്ന ചില കാര്യങ്ങൾ, ഒരു പക്ഷേ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമാകുന്നൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തിരുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള യോഗമുണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്യാണ്ട് കുറച്ച് തളർച്ചയിൽ നിന്ന ചില കാര്യങ്ങളെയൊക്കെ ഇന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇന്ന് ഒരു മധ്യസ്ഥതയുണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് ആളുകളുടെ ലൈഫിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. ചില സാഹചര്യങ്ങളെ, ചില പ്രതിസന്ധികളെ മറികടക്കാൻ നല്ലൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നും അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്നും ഇന്ന് അതിനു വേണ്ട ചില വഴികൾ നിങ്ങൾക്ക് ഒരുങ്ങി വരുന്നു എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. റിക്കവറിയാണ് കേട്ടോ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് എവിടെയെന്നെങ്കിലും നല്ലൊരു ഗൈഡൻസ് ലഭിക്കും കേട്ടോ. ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം, സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല ഒരു റിക്കവറി, വീണ്ടെടുക്കലിന് സഹായമാവും. എവിടെയാണോ നിങ്ങൾക്ക് പതർച്ച,
തകർച്ച വന്നത്, പതർച്ചയുണ്ടായത്, അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇൻ ദി നിയർ ഫ്യൂച്ചർ, അടുത്ത ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉറച്ച തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്ന ഇടത്ത് നിന്നും നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഒരു തീരുമാനം എടുക്കാൻ ഉറച്ചാണ് നിൽക്കുന്നതെങ്കിൽ നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ്. ഇപ്പം നിങ്ങൾ ഒരു തീരുമാനങ്ങളിലേക്കും എടുത്തു ചാടരുത്. എടുത്തുചാട്ടം ഒരു തീരുമാനമായി മാറരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അബണ്ടൻസ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അബണ്ടൻസ് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ, ആരും ആശ്രയമില്ലാതെ എലോൺ എനർജിയിൽ മുന്നോട്ടേക്ക് പോകുകയും ഒരുപാട് നിരാശയും മാനസിക പ്രശ്നമൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു നിസ്സഹായത എന്ന് പറയുന്നത് അബണ്ടൻസിലേക്കാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾ ദൈവികമാകുന്ന അനുഗ്രഹത്തിലേക്ക് പോകുകയാണ്. നിങ്ങളിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യണം. ഒരു പരിണാമം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ്, മറ്റുള്ളവർ നിങ്ങളെ അസൂയയോട് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണ്.